ഈ കത്ത് കണ്ട് യഥാർത്ഥത്തിൽ മോഹൻലാലും മമ്മൂട്ടി അടക്കം ഞെട്ടേണ്ടതാണ്. കാരണം അത്രയും ഗുരുതരമായിട്ടുള്ള വളരെ ഗൗരവമർഹിക്കുന്ന ചില കാര്യങ്ങളാണ് ആ കത്തിൽ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇവരെയൊക്കെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ക്ഷണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. നവംബർ 1-ാം തീയതി സംഭവ ബഹുലമായിട്ടുള്ളൊരു ദിവസമാണ്. അത് യഥാർത്ഥത്തിൽ വാസ്തവമാണെങ്കിൽ നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ട, സന്തോഷിക്കേണ്ട ഒരു നല്ല മുഹൂർത്തം കൂടിയാണ്. പക്ഷെ അത് വാസ്തവമാണോ? അതിദാരിദ്ര്യമുക്തമാണോ കേരളം എന്നതാണ് ചോദ്യം. ആശാ വർക്കർമാർ കേരളത്തിലെ കാലാൽപ്പട എന്ന് നമ്മൾ കോവിഡ് സമയത്തൊക്കെ അവരെ വിശേഷിപ്പിച്ചതാണ്. അവർ ഈ സെക്രട്ടേറിയറ്റ് നടക്കൽ കുറച്ചധികം മാസങ്ങളായിട്ട് സമരത്തിലാണ്. അനുഭാവപൂർണമായിട്ടുള്ളൊരു തീരുമാനം സർക്കാർ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, പക്ഷേ വാശിയിൽ ഇങ്ങനെ കട്ടുംപിടുത്തത്തിലിരിക്കുകയാണ് സർക്കാർ. അതിദാരിദ്ര്യമുക്തമാണോ കേരളം? ഗൗതമ, ഇതിലെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഭരിക്കുന്നത് എങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി സഖാവ് VS പോലുള്ളൊരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ അതിദാരിദ്ര്യമുക്ത കേരളം എന്നൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രചരണം സർക്കാർ നടത്തുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ആ ഫംഗ്ഷനിലേക്ക് വിളിക്കേണ്ടത് നടന്മാർ, അതിസമ്പന്നന്മാരായ നടന്മാരെ അല്ല. അവിടെ അതിദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പാരിതോഷികം പ്രതീകാത്മകമായി ചെയ്യുന്നതായിരിക്കണം. ഒന്നുകിൽ അവർക്കൊരു വീടും കിടപ്പാടവും ഭൂമിയും അടങ്ങുന്നത് കൊടുക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം അവർക്ക് നൽകുന്നതിലൂടെ ആയിരിക്കണം. അവിടെയാണ് പ്രതീകാത്മകമായി ഒരു സർക്കാർ അതിദാരിദ്ര്യത്തെ മുക്തമാക്കുന്നു എന്ന് കാണിക്കേണ്ടത്. അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സിൽ നിന്ന് അത്തരത്തിലൊരു കമ്മ്യൂണിസ്റ്റ് ആശയം ഉണ്ടാകത്തുള്ളൂ. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് മന്ത്രിമാർക്കും രണ്ടാമതൊരു ടേം കൂടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പാർലമെൻ്ററി തലത്തിലെ സുഗലോലുപതയുടെ ഭാഗമായിട്ട് അവർ കാണുന്നത് മോഹൻലാലും മമ്മൂട്ടി, കമലഹാസൻ തുടങ്ങിയുള്ളവരെയൊക്കെ വേദികൾ അവരോടൊപ്പം ഇരുന്ന് കുശലം പറയുന്നതിലാണ്. ദാദാ ഫാൽക്കെ അവാർഡ് ശ്രീ മോഹൻലാലിന് ലഭിച്ചപ്പോൾ അദ്ദേഹത്തെ അനുമോദിച്ചു കേരളം. ഒരു വലിയ വേദിയൊക്കെ ഒരുക്കി. ഏതാണ്ട് 3 കോടി രൂപയോളാണ് സർക്കാരിന് ചെലവായതെന്നാണ് പറയുന്നത്. ഗൗതം, അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അതിദരിദ്രമുക്ത കേരളം എന്ന് പറയുന്നു. ഈ 3 കോടി രൂപ ചിലവായി. ഈ 3 കോടി രൂപ ചിലവായത് തിരുവനന്തപുരം ജില്ലയിലെ സെൻട്രൽ സ്റ്റേഡിയത്താണ് ഈ പരിപാടി നടന്നത്. അതിന് കുറച്ചപ്പുറത്ത് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞൊരു ആശുപത്രിയുണ്ട്. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എൻ്റെയും ഗൗതമൻ്റെയും ഒക്കെ അമ്മമാരെ പോലെയുള്ള അനവധി അമ്മമാരുടെ, നമ്മുടെ അച്ഛൻ്റെയൊക്കെ പ്രായമുള്ള അച്ഛന്മാരുടെ ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിച്ചിട്ട് ഓപ്പറേഷൻ തീയതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിരവധി ഹൃദ്രോഗികളുണ്ട്. എന്തുകൊണ്ടാണ് അവരുടെ ഹൃദ്രോഗത്തിൻ്റെ ഓപ്പറേഷൻ നടക്കാത്തത്? എക്യുപ്മെൻറ്റ് വാങ്ങാൻ കാശില്ല, മരുന്ന് വാങ്ങി എൻ്റെ കാശ് തിരിച്ചു കൊടുക്കാനില്ല, സ്റ്റഡ് വാങ്ങിച്ചു വെച്ച് എൻ്റെ കാശ് കൊടുക്കാൻ സർക്കാരിൻ്റെ കാശില്ല. അതെല്ലാം വഴിയിലിട്ടിട്ടാണ് 3 കോടി രൂപ മുടക്കി മോഹൻലാലിന് ഇത് നടത്തിയത്. അപ്പം നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരാം. അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ടൊരു ടാഗ്ലൈൻ കൊടുത്തുകൊണ്ടൊരു പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കമലഹാസനെയും വിളിച്ചാണോ ചെയ്യേണ്ടത്? എന്നാൽ ഇങ്ങനെ വിളിച്ച് ചെയ്യാൻ പോകുന്ന അല്ലയോ കലാകാരനായ മോഹൻലാലെ, കലാകാരനായ മമ്മൂട്ടി, കലാകാരനായ കമൽഹാസൻ, നിങ്ങൾ അറിയുക, ഈ പറയുന്ന ഞങ്ങളടങ്ങുന്ന സമൂഹം, അതായത് ആശാവർക്കർമാരടങ്ങുന്ന സമൂഹം, നിങ്ങൾ സിനിമയുടെ തിരക്കിലായിരിക്കും, നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ പത്രം കാണില്ല, നിങ്ങൾ എല്ലാ ദിവസവും സെക്രട്ടറി വഴി പോയില്ല, ഞങ്ങൾ ഇത്ര ദിവസം കൊണ്ടിവിടെ സമരം കിടക്കുകയാണ്, നിങ്ങളെ പിണറായി വിജയൻ പറ്റിക്കുകയാണ് എന്ന് ആ സ്ത്രീകൾ പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഒരു അതിദരിദ്രയായ ഒരു സ്ത്രീയെ പ്രതീകാത്മകമായി സ്റ്റേജിൽ കൊണ്ടുവന്ന് അവർക്ക് നിങ്ങളൊരു കാര്യം ചെയ്തിട്ട് ഈ സമൂഹത്തിന് കാണിക്കേ, അതല്ലേ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാണിക്കേണ്ടത്? കുറച്ച് ദിവസമായിട്ട് വിദേശത്തായിരുന്നു പല പരിപാടികൾക്കായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫണ്ട് ശേഖരിക്കാനോ? അദ്ദേഹം സലാലയിൽ ഒരു വേദിയിൽ സംസാരിച്ചത് നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നടത്തിയിട്ടുള്ള ഒരു സർക്കാരാണ് LDF CPM. അതിൽ അദ്ദേഹം ആത്മവിശ്വാസം വല്ലാതെ പ്രകടിപ്പിക്കുകയാണ്. നിരത്താനായിട്ട് പലതുമുണ്ട്. പ്രധാനമായിട്ട് വിഴിഞ്ഞം തുറമുഖം, പിന്നെ അതുപോലെ നിരവധി ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതിൽ കൂടുതൽ വീടുകൾ വച്ച് നൽകിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ദേശീയപാത, ഗെയിൽ പൈപ്പ് ലൈൻ, ഇപ്പോഴിതാ ഒരു പൊൻതൂവൽ പോലെ കേരളപ്പിറവി ദിനത്തിന് അതിദാരിദ്ര്യമുക്ത കേരളം.
ഒരു പൊൻതൂവലായിട്ട് യഥാർത്ഥത്തിൽ അത് വാസ്തവമാണെങ്കിൽ ഈ സർക്കാരിന് നെഞ്ചിൽ വെക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അങ്ങനെയാണോ, അതോ ഇത് വെറും ഒരു PR ക്യാമ്പയിൻ മാത്രമാണോ? PR ആണ്, ഇതൊരു മറ്റൊരു PR ആണെന്നുള്ളൊരു വേറൊരു നടന്മാരെയൊക്കെ വിളിച്ചു. പക്ഷെ ഇതിൽ കൃത്യമായിട്ടുള്ള എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഈ PR ക്യാമ്പയിനിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നൊരു വലിയ തെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ആശാ വർക്കർമാരുടെ കാര്യം നമ്മളിവിടെ എടുത്ത് ചോദിക്കുന്നത്. കാരണം 8 മാസമായി അവർ സെക്രട്ടേറിയറ്റ് നടക്കിയ സമരത്തിലാണ്. മിനിമം കൂലി വർദ്ധിപ്പിച്ചു തരണം, അല്ല എൻ്റെ 800 രൂപയാക്കി തരണം. അങ്ങനെ 21,000-നോളം അടുത്ത് വരുന്ന സംഖ്യ നമുക്ക് മാസം കിട്ടുകയാണെങ്കിൽ അത് ഓണറേറിയമാണ്. ഓണറേറിയം പിന്നെ പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ പിരിഞ്ഞു പോകുന്നവർക്ക് വേണം. അധികം അതായത് 20,000-ലധികം ആശമാരാണ് ഈ സമരം കിടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും അവരെ അറിയിക്കുന്നത് നിങ്ങൾ കാണുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, നിങ്ങളെ മുന്നിൽ ചിരിച്ചും കളിച്ചുമൊക്കെ ഇരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനല്ല. നിങ്ങൾ മനസ്സിലാക്കൂ, ഇദ്ദേഹം ഒരു മൃഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ചില സീനുകളൊക്കെ ഞാൻ അറിയാതെ നോക്കിയപ്പോൾ കണ്ട ക്ലിഫ് ഹൗസിൻ്റെ മുന്നിൽ സമരം ചെയ്യുന്ന ആ സ്ത്രീകൾ ഉപയോഗിച്ച് അവരുടെ മക്കളുടെ പിന്നെ ജോമെട്രി ബോക്സിനകത്തൊക്കെ അവരിട്ട് കൂട്ടിയ നാണയത്തുട്ടുകൾ എടുത്തു കൊണ്ടുവന്ന് അവർ വാങ്ങിയ ഒരു ബോക്സ്, ഒരു മൈക്രോഫോൺ അവർ ഈ സമരം ചെയ്യുന്ന സെക്രട്ടറിയുടെ അവർ വെച്ച് ഉച്ചഭാഷണി പോലെ സംസാരിക്കുന്ന അത് പോലീസ് എടുത്തു കൊണ്ടുപോയി ജീപ്പിനകത്ത് വെച്ചങ്ങ് കൊടുത്ത് എന്ത് സംതൃപ്തിയാണെന്നറിയോ. അതിങ്ങ് കൊണ്ടുപോകാം. ഒരു വനിതയായ പോലീസ് ഓഫീസറാണ് അത് ചിരിച്ചുകൊണ്ട് വാങ്ങി പിന്നെ വാനിനകത്ത് വെച്ച് ചിരിച്ചുകൊണ്ട് അങ്ങ് അടച്ചു വെക്കുന്നത്. അവർ തലമുറയിട്ട് കരഞ്ഞു വിളിക്കുക, ഞങ്ങളുടെ സമ്പാദ്യമാണ് ഇവന്മാർ എടുത്തുകൊണ്ട് പോയത്. അത് വെച്ചിട്ടാണ് അവരവിടെ സമരം വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ ഇത്ര മാത്രമേ പറയുള്ളൂ, 20,000-ലധികം വരുന്ന ഞങ്ങളെപ്പോലത്തെ അതിദരിദ്രർ ഇപ്പോഴും ഇവിടെയുണ്ട്. ഈ കണ്ട സമരങ്ങൾക്കൊക്കെ ആള് നിറച്ചുകൊണ്ടിരുന്ന ഞങ്ങളാണ്. 200-300 രൂപ കൂലി എന്ന് പറയുമ്പോൾ എത്ര കുറച്ചാണത്? അവിടെയാണോ 3 കോടി രൂപ മുടക്കി മോഹൻലാലിന് ദാദേ ഫാൽക്കെ അവാർഡിന്റെ ഫംഗ്ഷൻ നടത്തിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഹാർട്ടിന് ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ട് സ്റ്റെഡ് വരാത്തതിന്റെ പേരിൽ ഈ ഹൃദയത്തിന്റെ ഓപ്പറേഷൻ ഇടുന്ന ഉപകരണമാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ എനിക്ക് കുടുംബപരമായിട്ട് എനിക്കിത് അറിയാവുന്നതാണ്. ഹൃദയരോഗത്തിനൊക്കെ ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പോലെ തന്നെ അത് ചെയ്യാൻ ഇവിടെ കാശില്ല. എന്നിട്ട് ഇപ്പോൾ ഗൗതം പറഞ്ഞു അദ്ദേഹം അവിടെ പോയി വിദേശത്ത് പ്രസംഗിച്ചെന്ന് പറഞ്ഞു. എന്ത് പ്രസംഗിച്ചു? വികസനം ഉണ്ടാക്കിയെന്ന്. ഇന്നലെ അടിമാലിയിൽ ഒരു കുടുംബം നിഷ്കരണം, ഒരു ഭർത്താവും ഭാര്യ ഇപ്പോഴും മരണത്തോട് മല്ലിടുന്നു, ഭർത്താവ് മരിച്ചു. ഇവർ ഈ പറയുന്ന രീതിയിൽ മണ്ണെടുത്തതാ, റോഡ് വികസനത്തിന്റെ പേരിൽ മണ്ണെടുത്തതാണ് ആ വീടുകളെല്ലാം ഇടിഞ്ഞു വീണത്. എന്നിട്ട് ആ റിപ്പോർട്ട് തയ്യാറാക്കി അവരുടെ ആ വികസനം എന്ന് പറയുന്നതാണ് അവരുടെ അടിസ്ഥാനപരമായിട്ട് ഇവിടെയുള്ള പ്രശ്നം എന്താ? എല്ലാത്തിലും രാഷ്ട്രീയം കയറി വരുമ്പോൾ ഇദ്ദേഹം ഒരു വികസന തൽപരനാണ്, വികസനം ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പിണറായി വിജയൻ എന്നാൽ വികസനം എന്ന രീതിയിലാണ്. ശരി ആവട്ടെ, എല്ലാത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് നിങ്ങൾ ആ എത്ര കുടുംബമാണ് വഴിയാതരാകുന്നത്? അതാണ് പറഞ്ഞത്. ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം എന്താ? ഇവർക്ക് യഥാർത്ഥത്തിൽ തൊഴിലാളി സ്നേഹമുണ്ടോ? കൂലി എന്ന് പറയുന്നതാണ് ഇവരുടെ വേതനം, കൂലി തൊഴിൽ എന്ന് പറയുന്നതാണ് ഇവരുടെ അടിസ്ഥാന രാഷ്ട്രീയം. ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതാണ്. അതിനു വേണ്ടിയിട്ട് അത് ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ കുറച്ച് ആശാപ്രവർത്തകര് നമ്മളുടെ കൂലി വർദ്ധിപ്പിച്ചു തരണം, നമ്മൾ ആവശ്യം പണിയെടുത്തിട്ട് ആ പൈസ നമുക്ക് ലഭിക്കുന്നില്ല, ഒരു 800 രൂപയായിട്ട് നിങ്ങൾ ഉയർത്തണം. നിങ്ങൾ തന്നെ 2021 പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, സ്കീം വർക്കേഴ്സ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ആശാ വർക്കർമാർക്ക് മിനിമം വേതനം നമ്മള് 800 രൂപയാക്കി വർദ്ധിപ്പിക്കും. വെറും 233 രൂപയാണ് അവർ ഒരു ദിവസത്തെ വരുമാനം. അതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതെന്തുകൊണ്ട് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ നേരത്തെ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ എന്തിലും നമ്മൾ രാഷ്ട്രീയം കാണുകയാണെങ്കിൽ നമുക്ക് മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകും. അപ്പം ഇവിടെ ഈ ആശാ വർക്കർമാര് മറ്റൊരു സംഘടനയാണ്, നമ്മൾ സമ്മതിക്കുന്നു. അവർ പ്രതിദാനം ചെയ്യുന്നത് പല രാഷ്ട്രീയ ഇടതുപക്ഷമാണെങ്കിലും അവർ പ്രതിദാനം ചെയ്യുന്നത്, അവരിന് മെയിൻ ആയിട്ട് മുമ്പോട്ട് നിൽക്കുന്നത് SUCI എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്, നയിക്കുന്ന വനിതാ ആൾക്കാണ്. ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഇവരെ എതിർക്കുന്നതിന്റെ കാരണം. അല്ല, ഇതിൽ 8.5 മാസമായി ഇവർ തെരുവിൽ വന്നിട്ട് വകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട മമ്മൂട്ടി, ബഹുമാനപ്പെട്ട മോഹൻലാൽ, ബഹുമാനപ്പെട്ട കമലഹാസൻ, നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കരുത്. ഞാനതിനെ ആശയപരമായിട്ട്
ആശാ വർക്കർമാർ ഈ എടുത്ത നീക്കത്തെ നമുക്ക് അവരെ അനുമോദിക്കണം. കാര്യം എന്ന് വെച്ചാൽ വളരെ നല്ലൊരു തീരുമാനമാണ് അവരെടുത്തത്. കാര്യം പുറമേനി കാട്ടി മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ചിരിക്കുകയും കളിക്കുകയും അവരോട് തമാശ പറയുകയൊക്കെ ചെയ്യുന്ന, സ്റ്റാറുകളോടൊപ്പം ഇരിക്കുകയൊക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അതിദരിദ്ര, ഞങ്ങൾ ഈ അതിദരിദ്രരായിട്ടുള്ളവരുടെ പരിപാടി നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ വരികയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ ഇപ്പോഴും അതിദാരിദ്ര്യത്തിലാണ് എന്ന് പ്രിയപ്പെട്ട കലാകാരന്മാരെ എന്നാണ് അവർ അറിയിച്ചതിൽ ഒരു തെറ്റുമില്ല. ഇതേപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കപടമുഖം സമൂഹത്തിൻ്റെ മുന്നിൽ ഇതേപോലെ നമ്മുടെ ഈ കേരള സമൂഹം പല അവസരങ്ങൾ തുറന്നു കാട്ടേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്കിതിലൂടെ ഈ ആശാ വർക്കർമാരെ ഇതേ രീതിയിൽ സമരം മറ്റ് സംസ്ഥാനങ്ങളിൽ CIT അടക്കം നടത്തിയിട്ടുണ്ട്, അവിടുത്തെ സംസ്ഥാന സർക്കാരിന് എതിരെ. ഇവിടെ വരുമ്പോൾ അവർ പറയുന്നത് കേന്ദ്രം പൈസ ഉയർത്തട്ടെ, കേന്ദ്രം ഇവരെ എന്താക്കട്ടെ, ഈ വോളണ്ടിയർഷിപ്പിൽ നിന്ന് മാറ്റട്ടെ, സ്ഥിരം തൊഴിലാളികളായിട്ട് നിയമിക്കട്ടെ, ഇങ്ങനെയുള്ള ചില മുടന്ത് ന്യായങ്ങളാണ് പറയുന്നത്. ഈ ന്യായങ്ങളൊക്കെ നിരത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കുറച്ചധികം ആളുകൾ വലിയ കഷ്ടതയിലും ദാരിദ്ര്യത്തിലും കഴിയുകയാണ്. അങ്ങനെയുള്ള ഞങ്ങളുള്ള ഈ നാടാണോ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് ശ്രീ മോഹൻലാലും മമ്മൂട്ടിയും കമൽഹാസനൊക്കെ മനസ്സിലാക്കണം, ചിന്തിക്കണം എന്നാണ് അവർ ആലോചിച്ചത്. നിങ്ങളൊരു വെറും PR ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മാറി തീരരുത്, കണ്ണിൽ ചോരയുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും.